ആരാധന അത് തമിഴ് ജനതയുടെ രക്തത്തിലുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ നേതാവോ സിനിമാ താരമോ ആരായിക്കൊള്ളട്ടെ, അവർ സ്നേഹിക്കുകയാണെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങ് ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയുടേത് തന്നെയായിരുന്നു. 1969 1.5 കോടി ജനങ്ങൾ പങ്കെടുത്തു എന്നുള്ള പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയ CN അണ്ണാദുരയുടേത്. മരണ വാർത്ത അറിഞ്ഞ് 70 പേർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ജനതാ എക്സ്പ്രസിന്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്ത 28 പേർ കോളിറോൺ പാലത്തിൽ തട്ടി മരണമടഞ്ഞു. സമാനമായ സംഭവങ്ങളാണ് MGRന്റെ മരണസമയത്തും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. ദുഃഖം താങ്ങാനാവാതെ ചിലർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചു, വിരലുകൾ മുറിച്ചു, വിഷം കുടിച്ചു, ചിലർ നാവറുത്തു. 30 പേരാണ് അന്ന് ജീവനൊടുക്കിയത്. ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണസമയത്തും ഇത്തരത്തിൽ നിരവധി പേർ ജീവനൊടുക്കിയിട്ടുണ്ടായിരുന്നു. അതിവൈകാരികമായി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തമിഴ് മക്കൾ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അമ്പലം പണിയുന്ന, താരങ്ങളുടെ കട്ടൗട്ടുകളിൽ പാലഭിഷേകം നടത്തുന്ന ഒരു ജനത. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി രാഷ്ട്രീയവും സിനിമയും ഇഴചേർന്ന് കിടക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഭൂമികയാണ് തമിഴ്നാട്. അവിടെ ചലച്ചിത്ര താരങ്ങൾ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതും ജനമനസ്സുകളിൽ ഒരു നേതാവായി, അവരുടെ രക്ഷകനായി ചിരപ്രതിഷ്ഠ നേടുന്നതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ശീലമല്ല. കാരണം സിനിമ അവർക്ക് വെറും ഒരു വിനോദാപാധി മാത്രമായിരുന്നില്ല. 1960-70 കാലഘട്ടത്തിലെ കൊടും പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പാരലൽ വേൾഡ് തന്നെയായിരുന്നു അവർക്ക് സിനിമ. സിനിമാ കൊട്ടകയിലെ 2.5 മണിക്കൂർ ഇരുട്ടിൽ വെള്ളി വെളിച്ചത്തിൽ മിന്നിമറയുന്ന താരങ്ങളെ നോക്കി ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ മനുഷ്യർ ആനന്ദം കണ്ടെത്തുകയായിരുന്നു. തങ്ങളിൽ ഒരുവൻ എന്ന് തോന്നുന്ന നായകൻ യഥാർത്ഥ ജീവിതത്തിൽ തങ്ങൾക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ ചെയ്യുന്നത് കണ്ട് ഉന്മാദപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, അതായിരുന്നു ആ വീരാരാധനയുടെ പിന്നിലെ മനഃശാസ്ത്രം. അതവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്താതിരുന്നവരുടെ ആശ്വാസ കേന്ദ്രമായി MGR സിനിമകൾ മാറുന്നത് അങ്ങനെയാണ്. അതേ നായകൻ പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലൂടെ തങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇരു കൈയും നീട്ടി അവർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. 50കളുടെ അവസാനത്തിലാണ് MGRും ശിവാജിയും സ്ക്രീനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അണ്ണാദുരൈയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ ഇടം കണ്ടെത്തിയ MGR 50ാം വയസ്സിൽ നിയമസഭയിലേക്ക് വന്നു. പിന്നീട് 70കളുടെ തുടക്കത്തിലാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപവൽക്കരിക്കുന്നതും കഴുത്തിൽ തുളച്ചു കയറിയ ഒരു വെടിയുണ്ട വഴി അധികാരത്തിൽ എത്തുന്നതും. നേട്ര് ഇன்று നാളെ ഇതേ കനി ഇன்று പോൽ என்றுം വാഴുകെ എന്ന സിനിമകൾക്കും ആ യാത്രയിൽ നല്ലൊരു പങ്കുണ്ട്. ശിവാജിയും ഈ സമയം മറ്റൊരു വഴിയിലൂടെ രാഷ്ട്രീയ ഭൂമിയിൽ തന്റേതായുള്ള സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും MGRനോളം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല ആ രംഗപ്രവേശം. 77-78 കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. കൊടും പട്ടിണി, തൊഴിലില്ലായ്മ, പഠിച്ചവർ തൊഴിൽ തേടി ഇന്ത്യ വിടുന്നു. ആ സമയത്താണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി MGR അധികാരമേൽക്കുന്നത്. കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സ്കൂളിന് മുന്നിൽ ഐസ് വിറ്റിരുന്ന ഒരു കുട്ടിക്കാലമുള്ള MGR ഞാൻ പട്ടിണി കിടന്ന വയർക്ക് സ്വന്തക്കാരൻ എന്ന് പറഞ്ഞ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴക മനസ്സ് കവരുക തന്നെയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളിലൂടെ അരച്ചാൺ വയറിന്റെ വിശപ്പ് മാറ്റി. തമിഴ്നാട്ടിലെ ദരിദ്രർക്ക് MGR എന്ന 3 അക്ഷരം ഒരു മാജിക് മന്ത്രം തന്നെയായിരുന്നു. ആ ജനതയ്ക്ക് പിന്നെ എന്താണ് വേണ്ടത്? അവർക്കയാൾ ദൈവം തന്നെയായിരുന്നു. MGRന്റെ മരണവാർത്ത നൽകിയ ശൂന്യത മറികടക്കാനാവാതെ ജീവനൊടുക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ 30 പേരാണ്. MGR ഇല്ലാത്ത ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഒരിക്കൽ ജീവിക്കാനുള്ള പ്രത്യാശ നൽകിയ ഒരാൾ അവർക്കിടയിൽ ഇനി ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ ആ ജനസമൂഹത്തിന് സാധിച്ചില്ല. സിനിമയിൽ മികച്ച ഫാൻ ബേസ് ഉണ്ടാക്കി പതിയെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അവിടെയും വെന്നിക്കൊടി പറക്കുക തമിഴ് രാഷ്ട്രീയത്തിൽ അതൊരു വിജയ ഫോർമുലയായി മാറുകയായിരുന്നു. സിനിമയായാലും രാഷ്ട്രീയമായാലും ഫാൻസ് മുഖ്യം തന്നെയാണ്. ഓരോ പൊങ്കലിനും റിലീസ് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് മൂവി പോലെ ഓരോ തെരഞ്ഞെടുപ്പിലും താര സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പിറന്നു. MGR തെളിച്ചതാണ് ജനമനസ്സിലേക്കുള്ള വഴി എന്നുള്ള മനസ്സിലാക്കിയ മറ്റൊരാളായിരുന്നു ജയലളിത. 2011 മുതൽ അമ്മ എന്ന ബ്രാൻഡ് ജനമനസ്സിൽ ഉറപ്പിക്കാൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ തന്നെയാണ് അവരും ആശ്രയിച്ചത്. അമ്മ ക്യാൻറ്റീൻ, അമ്മ സോൾട്ട്, അമ്മ ഫാർമസി, അമ്മ സിമന്റ്, അമ്മ കുടിവെള്ളം. പാവപ്പെട്ടവർക്ക് നല്ല രീതിയിൽ വിവാഹം നടത്തുന്നതിനായി AC ഉള്ള അമ്മ വിവാഹ ഹാളുകൾ വരെ ജയലളിത പടുത്തുയർത്തി. ജൈവികമെന്ന് തോന്നിയേക്കാവുന്ന നീക്കങ്ങളിലൂടെയാണ് MGR ജനങ്ങളുടെ ഹൃദയം കവർന്നത് എന്നുണ്ടെങ്കിൽ ജയലളിത സ്വീകരിച്ചത് അല്പം പ്ലാൻഡായി ചെയ്ത പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിമർശിക്കുകയും ചെയ്യാം.
പക്ഷെ ആ പദ്ധതികളെ നെഞ്ചിലേറ്റിയവരാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ ആ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത്. മരണവാർത്ത അറിഞ്ഞതും അവർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചതായാണ് അന്ന് AIADMK അവകാശപ്പെട്ടത്. ചിലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു, ചിലർ ഹൃദയാഘാതം എന്ന് മരിച്ചു. ജയലളിതയുടെ മരണശേഷം കലങ്ങി മറിഞ്ഞ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിന്നെ എത്തിയത് രജനീകാന്തും കമലഹാസനുമായിരുന്നു. ഇരുവരുടെയും രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിയെ MGRമായും ശിവാജി ഗണേശനുമായും താരതമ്യം ചെയ്തവരുമുണ്ട്. MGRനെ പോലൊരു ഫാൻ ബേസ് രജനിക്ക് ഉണ്ടായിരുന്നതിനാൽ തന്നെ അടുത്ത MGR രജനിയാണെന്ന് പലരും ഉറപ്പിക്കുക വരെ ചെയ്തുവെങ്കിലും ഒരു ആശുപത്രി വാസത്തോടെ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് രജനി പ്രഖ്യാപിച്ചു. കമലഹാസനാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാനും സാധിച്ചില്ല. ഇതിനിടയിലാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശം എന്ന അഭ്യൂഹം പരക്കുന്നത്. മെർസൽ, സർക്കാർ എന്നീ ചിത്രങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചതോടെ വിജയ് രാഷ്ട്രീയത്തിലേക്കാണ് എന്നുള്ള തോന്നൽ ശക്തമായി. പിന്നെ ആ മാസ എൻട്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു തമിഴകം. ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അരങ്ങേറ്റ ചിത്രമായ വെട്രിയുടെ പേര് ഉൾപ്പെടുത്തി തമിഴ് വെട്രി കഴകമെന്ന പാർട്ടി പ്രഖ്യാപനത്തിലൂടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടിലൻ എൻട്രി തന്നെ നടത്തുകയും ചെയ്തു. റിസർവ്ഡ് ആയ വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ എന്ന ചോദ്യത്തിന് സമ്മേളനങ്ങളിലെ മാസ് ഡയലോഗുകളിലൂടെയായിരുന്നു അയാൾ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നത്. DMKയെ കടന്നാക്രമിച്ചു, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ വലിച്ചു കീറി, പെരിയാറിനെയും അണ്ണാദുരയെയും മുറുകെ പിടിക്കുകയും ചെയ്തു. സ്വാഭാവികമായും വീരാരാധന രക്തത്തിലുള്ള തമിഴ് മക്കൾ ഇളകുകയും ചെയ്തു. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ക്ലബ്ബുകൾ ഉള്ളത് വിജയ്ക്ക് തന്നെയാണ്. അയാൾ പോകുന്നിടത്തെല്ലാം ജനം തടിച്ചു കൂടുകയും ചെയ്യും. വിജയ് എന്ന നടനെ കാണാൻ എത്തിയ ജനക്കൂട്ടത്തിനൊപ്പം പതിയെ അയാളുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരും അണിചേരുകയും ചെയ്യുന്നു. ജില്ലാതല പര്യടനങ്ങൾ അത് വ്യക്തമാക്കുക തന്നെയാണ്.